ഹലോ കൂട്ടുകാരെ, സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എന്ന് പറഞ്ഞിട്ട് കുറേ നാളായിട്ട് റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഈ സൈലൻറ്റ് ട്വിൻ ജേർണിയെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതും ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ മാക്സിമം ഇൻഫർമേഷൻ ഈ ഒരു ജേർണിയെക്കുറിച്ച്, സൈലൻറ്റ് ട്വിൻ ജേർണിയെക്കുറിച്ച് തരാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യം സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഈ പേരിൽ ഉള്ളതുപോലെ തന്നെ ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ഒരു കാറ്റഗറിയാണ് ഈ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി. ഇതിൽ ആദ്യത്തെ ഒരു ബബിൾ ഫേസ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ട്വിന്നിനെ ഒരു ഓൺലൈൻ ത്രൂ കണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ത്രൂ നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുക ഇത് നമ്മളുടെ കൗണ്ടർ പാർട്ടാണെന്ന് നമ്മൾ ഡയറക്റ്റ് കണ്ടിരിക്കാം. അതല്ലെങ്കിൽ എനർജറ്റിക്കലി നമ്മൾ ഈ ജേർണിയിലാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ ട്വിൻ ആരാണെന്ന് അറിയാതെ ഒരു ജേർണി, ഇതൊക്കെയും കാറ്റഗറൈസ്ഡ് ആയിട്ട് വരുന്നത് ഈ ഒരു സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്. അപ്പോൾ ഇനിഷ്യൽ ഒരു എൻകൗണ്ടർ കഴിഞ്ഞിട്ട്, അതായത് ആ ഒരു ബബിൾ ഫേസ് പ്രോബബ്ലി നടക്കും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നമുക്ക് യൂണിയൻ വരെ ഈ ഒരു ജേർണിയിൽ, സൈലൻറ്റ് ജേർണിയിൽ ഒരു തരത്തിലുള്ള കോണ്ടാക്റ്റ് നമ്മളുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും, അതല്ല എങ്കിൽ ഒരു റണ്ണർ ട്വിന്നിൽ നിന്നും ചേസർ ട്വിന്നിന് കിട്ടാറില്ല. അതായത് 100% നോ കമ്മ്യൂണിക്കേഷൻ സോണിലായിരിക്കും ഈ ഒരു സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി ത്രൂ ഔട്ട് ദ ജേർണി കടന്നു പോകുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ഒരു ജേർണിയിൽ ഹീലിംഗിലേക്ക് വന്ന ഫെമിനൈൻ എനർജി ആയിരിക്കണം മാക്സിമം ഹീലിങ്ങിൽ വരുന്നത്, പെർട്ടിക്കുലർലി സൈലൻറ്റ് ജേർണിയിൽ. അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ, മാട്രിക്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ജേർണിയിൽ വളരെയധികം മാട്രിക്സിൽ നിൽക്കുന്ന ഒരു ട്വിൻ ആയിരിക്കും റണ്ണർ ട്വിൻ. അതുകൊണ്ട് തന്നെ കൂടുതലും ഫെമിനൈൻ എനർജീസ് ആയിരിക്കും സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ആദ്യം അവേക്കൺ ആവുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ അത് ഒരു എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാൻ പറ്റാത്ത ഒരു പെയിൻ ആയിരിക്കും ഒരു ബാലൻസിങ് വരെയൊക്കെ വരുമ്പോഴത്തേക്ക്. കാരണം മറ്റുള്ള ജേർണീസിനെ അപേക്ഷിച്ച് ഇവിടെ നമുക്കൊരു ഹോപ്പ് തരാനായിട്ട്, അതായത് മറ്റുള്ള ജേർണീസ് എന്ന് പറഞ്ഞാൽ ഒരു റണ്ണർ ചേസർ റൗണ്ട് കാണും, അല്ലെങ്കിൽ ഫെമിനൈൻ എനർജി ഒരു 3-4 മാസം ഇന്നർ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ട്വിൻ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് കോണ്ടാക്റ്റിലേക്ക് വരാറുണ്ട്. എന്നാൽ ഈ ഒരു ജേർണിയിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ഏറ്റവും കൂടുതൽ പെയിൻ ഫെമിനൈൻ എനർജിക്ക് ഹീലിംഗ് പ്രോസസ്സിൽ വരുന്നത്, അതല്ലെങ്കിൽ ബ്ലോക്ക് വരുന്നത് എന്ന് പറയുന്നത് അൺസേർട്ടനിറ്റിയാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ വരാത്തത് കൊണ്ട് തന്നെ എഗെയിൻ ഞാൻ ഇതേ ജേർണിയാണോ, എന്തിൻ്റെ ഉറപ്പിലാണ് ഞാൻ ഈ ഒരു ജേർണി ആണെന്ന് വിശ്വസിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻ എല്ലായ്പ്പോഴും ഈ ഒരു ഫെമിനൈൻ എനർജിയുടെ മനസ്സിൽ കാണും. അതുകൊണ്ട് തന്നെ ഹീലിങ്ങും ആസ് കമ്പയർഡ് ടു അതർ ട്വിൻ ഫ്ലെയിം ജേർണീസ് ഇച്ചിരി ഒന്ന് ടഫാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് അഗെയിൻ ഒരു ഡിവൈൻ്റെ ഒരു പ്ലാൻ തന്നെയാണ്. കാരണം ആ ഒരു സോൾ, അത് ഏറ്റെടുത്തിട്ടുള്ള സോൾസ് അത്രയും പവർഫുള്ളാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വന്നിട്ട് ആ സോൾസിന് അത്ര തന്നെ കാർമിക് ബാഗേജസ് കാണും. ഇതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഫെമിനൈൻ ട്വിൻ, അതായത് മറ്റുള്ള ജേർണീസിൽ ഫെമിനൈൻ ട്വിൻ ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ അവരുടെ ലൈഫിലുള്ള കാർമിക്സ് വിട്ടു പോകാൻ തുടങ്ങും. അതായത് അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവർ ഹീൽ ചെയ്ത് വരും, വിട്ടു പോകാനായിട്ട് തുടങ്ങും. ഇവിടെ വന്നിട്ട്, അതായത് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഫെമിനൈൻ എനർജീസിൻ്റെ ലൈഫിൽ ഉള്ളത് ഹെവി കാർമിക് ബാഗേജസ് ആയിരിക്കും. അതായത് അവരുടെ ഈവൻ പേരൻസ്, സിബ്ലിങ്സ് പോലും അവരുടെ അത്രയും കർമ്മയും കൊണ്ടായിട്ടായിരിക്കും, ആ ഒരു സോൾ കോൺട്രാക്റ്റുമായിട്ടായിരിക്കും അവർ വന്നിരിക്കുന്നത്. അപ്പോൾ ഫെമിനൈൻ എനർജിയുടെ ഏറ്റവും വലിയ ടാസ്ക് ഇവിടെ അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കാർമിക് ക്ലിയറൻസിന് വരുമ്പോഴൊക്കെയും സെയിം ലൂപ്പിൽ പോകും ഫെമിനൈൻ എനർജി എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടെ ഫെമിനൈൻ എനർജിയുടെ ടോട്ടൽ അവേക്കനിങ് നടന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഏതൊരു ട്വിൻ ഫ്ലെയിം ജേർണിയിലും മസ്കുലൈൻ എനർജിയുടെ അവേക്കനിങ് നടക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതേ ലൂപ്പ് കണ്ടിന്യൂ ആകുകയും ട്രിഗേഴ്സ് വന്നിട്ട് ഫെമിനൈൻ എനർജിക്ക് കിട്ടുന്നത് ഇതേ കാർമിക്സിൽ നിന്നുമായിരിക്കും. അപ്പോൾ അത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു ജേർണിയിൽ കൂടെ കടന്നു പോകുമ്പോൾ
എഗെയിൻ അൺസർട്ടനിറ്റിയും ലോൺലിനെസ്സുമായിരിക്കും ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ ഹീൽ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. കാരണം അവരുടെ കൗണ്ടർ പാർട്ട്, അതായത് ഫെമിനൈൻ ട്വിന്നിൻ്റെ കൗണ്ടർ പാർട്ട് വന്നിട്ട് ടോട്ടലി കട്ട് ഓഫ് ആയിരിക്കും 3rd ഡയമെൻഷനിൽ. അറ്റ് ദ സെയിം ടൈം ഈ ഒരു കാർമിക് ട്രിഗേഴ്സ്, കർമ്മ ക്ലിയർ ആവാനുള്ളത് കൊണ്ട് തന്നെ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ട്രിഗേഴ്സിലൂടെ പോകുമ്പോൾ ഫെമിനൈൻ ട്വിന്നിന് പല ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾസിലൂടെ കടന്നു പോയി കഴിഞ്ഞിട്ടാണ് അവിടെ ശരിക്കും കാർമിക് ക്ലിയറൻസിലേക്ക് വരുന്നത്. കാർമിക് ക്ലിയറൻസിലേക്ക് വന്നു കഴിയുമ്പം എഗെയിൻ അവിടെ ഒരു ലോൺലിനെസ് ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ആ ലോൺലിനെസ്സിനെ ഈ ഒരു ഫെമിനൈൻ ട്വിൻ ഹീൽ ചെയ്യുന്നത് അവരുടെ 3rd ഐ ചക്ര വരെയൊക്കെ ഹീലിംഗ് ചെയ്ത് കഴിയുമ്പോഴാണ്. അതിൻ്റെ കാരണവും ഈ പറഞ്ഞതുപോലെ ഒരു അൺസർട്ടിനിറ്റി ലൈഫിൽ എല്ലായ്പ്പോഴും ഫീൽ ആവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വന്നിട്ട് അവരെപ്പോഴും അവരുടെ ട്വിന്നുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളൊക്കെയും കണക്റ്റഡ് ആണ് നമ്മുടെ ട്വിന്നുമായിട്ട്. എന്നാൽ ഈ ഒരു 5D കണക്ഷനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രശ്നം, ഈ ഒരു അൺസർട്ടിനിറ്റി കൊണ്ട് പലപ്പോഴും 5D കണക്ഷനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടെലിപ്പത്തിക് കണക്ഷനെ അവർക്ക് ഫീൽ ആവാൻ പറ്റാറില്ല. അതായത് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മറ്റുള്ള ജേർണികളെ അപേക്ഷിച്ച് ടെലിപ്പത്തിക് കണക്ഷൻ സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫെമിനൈൻ ട്വിന്നിന് ഹീലിങ്ങിൻ്റെ പ്രോസസ്സിൽ വന്നു കഴിയുമ്പോൾ അവരുടെ കാർമിക്സിലൂടെ വരുന്ന ഒരു ട്രിഗേഴ്സ് അല്ലാതെ അവർക്ക് ട്രിഗേഴ്സ് കിട്ടുന്നത് ഡ്രീംസിലൂടെ ആയിരിക്കാം. അതല്ല എങ്കിൽ ഹാർട്ട് ചക്രയിൽ എത്ര ഹീൽ ചെയ്തിട്ടും ഈ ഒരു ഹാർട്ട് ചക്രയിൽ പെയിൻ തോന്നുന്നുണ്ടായിരിക്കാം. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു അൺസർട്ടിനിറ്റിയുടെ ഹീലിംഗ് പിന്നെയും ചെയ്യേണ്ടി വരും. ഇത് കാരണം ഇത് പാസ്റ്റ് ലൈഫ് തൊട്ട് നമ്മൾ പല ലൈഫ് ടൈംസിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരു കാര്യമായിരിക്കാം ഇവിടെ സർഫേസിൽ വരുന്നത്. ഇവരുടെ കൗണ്ടർ പാർട്ട്, അതായത് മസ്കുലൈൻ ട്വിൻ എന്ന് പറയുന്നത് ഒരു ഹയസ്റ്റ് മാട്രിക്സിൽ നിന്നും, അതായത് അത്രയും 3Dയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്വിൻ ഫ്ലെയിം ആയിരിക്കും. മസ്കുലൈൻ എനർജീസ് എല്ലാവരും ലോജിക്കലി ആയിരിക്കും മാട്രിക്സ് ട്വിൻസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള മസ്കുലൈൻ എനർജീസ് അത്രയ്ക്കും മാട്രിക്സ് ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരിക്കും, അതിനെ വിശ്വസിക്കുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇനിഷ്യൽ സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഒരു കണക്ഷനിൽ നിന്നും അവർ അത്രയും റൺ ചെയ്തിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് അവരുടെ ഇമോഷൻസിനെ ഫീൽ ആവാതെ അവരുടെ ഫാമിലി ലൈഫിലായിരിക്കാം, അവരുടെ ജോബിൽ, അവരുടെ ബിസിനസ്സിൽ, അവരുടെ ഫിനാൻഷ്യൽ തിങ്സിൽ ഒക്കെയും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാനായിട്ട് അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള മസ്കുലൈൻ എനർജീസിൻ്റെ ഈഗോ കമ്പാരിറ്റീവ്ലി ഹൈ ആയിരിക്കും. ഒരു ഹയസ്റ്റ് ഈഗോ ലെവലിൽ നിൽക്കുന്നവരായിരിക്കും ഈ ഒരു ജേർണിയിലുള്ളവർ. അപ്പോൾ ഫെമിനൈൻ എനർജിക്ക് എങ്ങനെയാണോ പെയിൻഫുൾ അതേപോലെ തന്നെ മസ്കുലൈൻ എനർജിക്കും ഈ ഒരു ജേർണി സൈലൻറ്റ് ട്വിനിൽ ജേർണിയിൽ പെയിൻഫുൾ തന്നെയാണ്. കാരണം അവർ എത്രത്തോളം റൺ ആവുന്നോ അത്രത്തോളം അവർക്ക് അവരുടെ ലൈഫിൽ ലോസ് മാത്രമായിരിക്കും കാണാൻ പറ്റുന്നത്, പെയിൻഫുൾ കാര്യങ്ങളായിരിക്കും നടക്കുന്നത്. അതായത് ഫൈനാൻഷ്യൽ ചാലഞ്ചസ് വരാം, ഫൈനാൻഷ്യൽ ചീറ്റിങ്സ്, കാർമിക്സിൻ്റെ പ്രശ്നങ്ങൾ ഒക്കെയും മറ്റ് ജേർണീസിനെ അപേക്ഷിച്ച് ഈ ഒരു ജേർണിയിൽ ഇത് കൂടുതലായിരിക്കും. അതായത് ഇവിടെ അവരവരുടെ കൗണ്ടർ പാർട്ടിനെ അക്സെപ്റ്റ് ചെയ്യുന്നോടം വരെ, അതായത് യൂണിയൻ വരെയും അവർ ഈ ഒരു കാര്യത്തിലൂടെ ഗോ ത്രൂ ആവേണ്ടി വരും. അപ്പോൾ അത്രയ്ക്ക് വലിയൊരു പ്രോസസ്സ്, അത്രയ്ക്ക് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെ ആയിരിക്കും ഈവൻ മസ്കുലൈൻ ട്വിനും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ നിങ്ങളൊരു സൈലൻറ്റ് ട്വിൻ ജേർണിയിലാണെങ്കിൽ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ജേർണിനെ ആസ് ഇറ്റ് ഈസ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ട്വിന്നിനെ അക്സെപ്റ്റ് ചെയ്യുക. പല പ്രാവശ്യം ഇനീഷ്യലി നമ്മൾ ഈ ജേർണി അല്ല അല്ലെങ്കിൽ ഇതിൻ്റെ ട്വിൻ അല്ല എന്ന് തിരിഞ്ഞോടുമ്പോഴും അതിലേക്ക് യൂണിവേഴ്സ് കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് തന്നെയാണ് നിങ്ങളുടെ ട്വിൻ, അത് നിങ്ങൾ ഈ ഒരു ജേർണിയിലാണ്. അപ്പോൾ ഇവിടെ ഫെമിനൈൻ എനർജി ആദ്യം മനസ്സിലാക്കേണ്ട പാഠങ്ങളിലൊന്ന് അവരുടെ കാർമിക് പാറ്റേൺസിനെ മനസ്സിലാക്കുക, അതിലൂടെയുള്ള ലെസൺസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അവരുടെ ഇന്നർ വർക്കിൽ വരുന്ന ഒരു മേജർ റോൾ ഇതാണ്. ആൻഡ് എപ്പോഴും സോളിറ്റ്യൂഡിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ലോൺലിനെസ്സിനെ ഹീലാക്കാനായിട്ട് ആദ്യം
തൊട്ട് തന്നെ, ഇനീഷ്യൽ ഡേയ്സ് തൊട്ട് തന്നെ ശ്രമിക്കുക. ഇവരുടെ ഒരു ഹീലിംഗ് പാറ്റേൺ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ ആ കാർമിക് പാറ്റേൺസിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ലോൺലിനെസ്സിനെ ഹീൽ ചെയ്തുകൊണ്ട് മുമ്പോട്ട് വരുമ്പോൾ എപ്പോഴും അടുത്തതായിട്ടുള്ളത് ആ ഒരു അൺഎക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ള ഒരു എംപ്റ്റീനെസ്, എല്ലായ്പ്പോഴും ഒരു ശൂന്യതയായിരിക്കും ഇവർക്ക് ലൈഫിൽ ഫീൽ ആവുന്നത്. ആ ശൂന്യതയെ ക്രിയേറ്റീവ് സൈഡിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതിനെ ഒരു ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഇന്നർ വർക്കിൽ എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു ഇന്നർ സെൽഫിലേക്ക് കണക്റ്റ് ആകുക. ഓഫ് കോഴ്സ് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണി ഒക്കെയും നമ്മളെ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. എന്നാൽ ഈ ഒരു കാർമിക്സ് ബാഗേജസ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഇന്നർ സെൽഫിലേക്ക് കണക്റ്റ് ആകുമ്പോഴൊക്കെയും നമ്മൾ ഔട്ടർ റിയാലിറ്റിയിലേക്ക് പലപ്പോഴും നോക്കേണ്ടി വരും. അപ്പോഴൊക്കെയും ആ ഒരു പവറിനെ തിരിച്ചെടുത്തിട്ട് നമ്മളുടെ എല്ലായ്പ്പോഴും ആ ഒരു ഇന്നർ സെൽഫിനെ കേൾക്കാനും ഇന്നർ വോയിസിനെ കേൾക്കാനുമായിട്ട് പഠിക്കുക. കാരണം ഈ ഒരു ഇന്നർ വോയിസിനെ കേട്ടാൽ മാത്രമേ ടെലിപ്പത്തിക്കലി നിങ്ങളുടെ ട്വിൻ തരുന്ന മെസ്സേജസ് നിങ്ങൾക്ക് എനർജറ്റിക്കലി റിസീവ് ചെയ്യാനും നിങ്ങൾക്ക് ഹീലാക്കാനുള്ള ഭാഗങ്ങളാണെങ്കിൽ അത് ഹീലാക്കാനും പറ്റും. കാരണം ഈ ഒരു ട്വിൻ ജേർണിയിൽ നമ്മളുടെ അൾട്ടിമേറ്റ് ഗുരു വന്നിട്ട് നമ്മളുടെ ട്വിൻ ഫ്ലെയിം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇന്നർ വോയിസ് തന്നെയാണ് നിങ്ങളെ ഈ ജേർണിയിൽ ഗൈഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് എല്ലായ്പ്പോഴും ഏതെങ്കിലും ഒരു സ്പെസിഫിക് മന്ത്രം, ഒരു ശ്ലോകമാകാം, ഒരു മന്ത്രമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന, അതായത് റിലീജിയൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് വിശ്വാസമുള്ള ആ ഒരു പ്രാർത്ഥന എല്ലായ്പ്പോഴും ജപിക്കുക. കാരണം ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഇന്നർ സ്ട്രെങ്ത് ആണ്. മറ്റുള്ള ട്വിൻ ജേർണീസിൽ വേണ്ട എന്നല്ല പറയുന്നത്, ഇവിടെ ഇച്ചിരി കൂടെ കൂടുതൽ വേണ്ടത് കൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു പവറുള്ള, അല്ലെങ്കിൽ ദേവീ ദേവന്മാരായിരിക്കാം, ജീസസ് ക്രൈസ്റ്റ് ആയിരിക്കാം, മദർ മേരി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു മതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയെ ചൂസ് ചെയ്തിട്ട് എല്ലായ്പ്പോഴും കോൺസെൻട്രേഷൻ അതിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എല്ലായ്പ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങൾ എന്ത് ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിലും. കാരണം നമ്മളുടെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഹീലിംഗ് ആണ്. അതായത് നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാൻ പ്രശ്നമായിരിക്കും. ഈ ഒരു എംപ്റ്റിനെസ് ഫീൽ ആവുന്നത് കൊണ്ട് തന്നെ ഓവർ തിങ്കിങ് വരും. അപ്പോൾ ആ ഓവർ തിങ്കിങ് വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെന്നല്ല, മൈൻഡ് അങ്ങോട്ട് പോകുമ്പോഴൊക്കെയും പിന്നെ ഒരു ജപത്തിലേക്ക് ശ്രദ്ധിച്ച് നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ആ ഒരു ജപം ജപിക്കുമ്പോൾ നമുക്ക് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വന്ന് നമ്മളുടെ മൈൻഡിനെ കാമാക്കാനായിട്ട് പറ്റും. സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ യൂണിയൻ നടക്കുമോ എന്ന് ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ട്രൂ ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ, അത് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണി ആണോ, നോർമൽ ട്വിൻ ഫ്ലെയിം ജേർണി ആണോ, സ്പ്ലിറ്റഡ് ട്വിൻസ് ആണോ, സ്റ്റാർ സീഡ്സ് ആണോ, അല്ലെങ്കിൽ മൊനാഡിക് ട്വിൻ ഫ്ലെയിംസ് ആണോ, ഇതൊന്നും കാറ്റഗറൈസേഷൻ ഇല്ലാതെ നിങ്ങളുടെ യൂണിയൻ നടക്കും. പക്ഷേ അതിനു മുമ്പായിട്ട് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് നിങ്ങളുടെ DMDF ബാലൻസിങ് ആണ്, അല്ലെങ്കിൽ ഇന്നർ യൂണിയൻ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മേർജ് ആവേണ്ടത് ഡിവൈനുമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലേക്ക്, അതായത് ആ ഒരു DMDF ബാലൻസിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ ഈ ഒരു ജേർണിയിലും നമ്മളുടെ കൗണ്ടർ പാർട്ടിൻ്റെ അവേക്കനിങ് നടക്കാറുള്ളൂ. സോ സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള അവേക്കനിങ് പ്രോസസ്സിലേക്ക് വന്നിട്ടുള്ള സ്പിരിച്വൽ ട്വിനോട് പറയാനുള്ള ഒരു കാര്യം, എല്ലാ ട്വിൻ ഫ്ലെയിം ജേർണിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റോറിയുണ്ട്. ഇവിടെ ഇച്ചിരി കൂടെ ഒന്ന്, കാരണം നമുക്ക് ആ ഒരു സൈലൻസിനെ ബെയർ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റിയാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കേണ്ടത്. എപ്പോഴും ഈ ജേർണിയിൽ വിശ്വസിക്കുക, സറണ്ടർ ചെയ്യുക, നമ്മളുടെ സോളിൻ്റെ അസെൻഷനായിട്ട് വർക്ക് ചെയ്യുക, ആൻഡ് നമ്മുടെ ബെസ്റ്റ് വെർഷനിൽ എത്താനായിട്ട് എല്ലാ ദിവസവും ഡെഡിക്കേറ്റഡ്ലി നമ്മൾക്കായിട്ട് കുറച്ച് സമയത്തെ നീക്കി വെക്കുക. അപ്പോൾ ഇത്രയുമാണ് സൈലൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.